നിങ്ങൾ രാവിലെ കണ്ണു തുറക്കുമ്പോൾ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ മുഖം അത് വെറുമൊരു മുഖമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിന്റെ, ആരോഗ്യത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ചില ദിവസങ്ങളിൽ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുഖമാകെ മങ്ങിയതുപോലെയും ക്ഷീണിച്ചതായും തോന്നാറില്ലേ? ആ ദിവസങ്ങളിൽ എന്തുകൊണ്ടോ നമുക്ക് ആരോടും സംസാരിക്കാനോ പുറത്തു പോകാനോ വലിയ താൽപ്പര്യമുണ്ടാകില്ല. എന്നാൽ മറ്റു ചില ദിവസങ്ങളിലോ മുഖത്തു വല്ലാത്തൊരു തിളക്കം, ഒരു പ്രത്യേക പ്രകാശം. അന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഊർജമുണ്ടാകും. നമ്മളെ കാണുന്നവർ പോലും ചോദിക്കും, എന്താ ഇന്ന് വല്ലാത്തൊരു സന്തോഷമെന്ന്. ഈ തിളക്കവും പ്രസരിപ്പും വെറുതെ ലഭിക്കുന്ന ഒന്നാണോ? അതോ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അദൃശ്യമായ മാലിന്യങ്ങൾ നമ്മുടെ മുഖത്തെ പ്രകാശത്തെ കെടുത്തിക്കളയുന്നതാണോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികൾ കണ്ടുപിടിച്ച, എന്നാൽ നമ്മൾ സൗകര്യപൂർവ്വം മറന്നുപോയ ഒരു അത്ഭുത വിദ്യയെക്കുറിച്ചാണ്. ഇത് വെറുമൊരു സൗന്ദര്യ സംരക്ഷണ മാർഗമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളി കോശങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് മുഖത്തിന് സ്വാഭാവികമായ സ്വർണ്ണത്തിളക്കം നൽകുന്ന ഒരാചാരമാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ രാവിലുകളെ മാറ്റിമറിക്കാൻ, നിങ്ങളുടെ ആരോഗ്യത്തെ തിരിച്ചുപിടിക്കാൻ സാധിക്കുന്ന ലളിതമായൊരു രഹസ്യം. ഓയിൽ പുള്ളിംഗ് അഥവാ ഗണ്ടൂഷം എന്ന അത്ഭുതത്തെക്കുറിച്ച് ആഴത്തിലറിയാൻ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് മുഖസൗന്ദര്യമെന്നത് വിലകൂടിയ ക്രീമുകളിലും ലോഷനുകളിലും ഫേഷ്യലുകളിലും ഒളിഞ്ഞിരിക്കുന്ന ഒന്നാണെന്നാണ്. നാം കടകളിൽ പോയി ആയിരങ്ങൾ മുടക്കി പലതും വാങ്ങിക്കൂട്ടുന്നു. എന്നാൽ സത്യമതല്ല. യഥാർത്ഥ സൗന്ദര്യം ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ രക്തം എത്രത്തോളം ശുദ്ധമാണോ, നമ്മുടെ ദഹനവ്യവസ്ഥ എത്രത്തോളം കാര്യക്ഷമമാണോ, അത്രത്തോളം തിളക്കം നമ്മുടെ ചർമ്മത്തിനുണ്ടാകും. ഇവിടെയാണ് ഓയിൽ പുള്ളിംഗ് എന്ന പ്രക്രിയ ഒരു മാന്ത്രിക വടി പോലെ പ്രവർത്തിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം തോന്നാം, എണ്ണ വായിലൊഴിച്ച് കവിൾ കൊള്ളുന്നത് എങ്ങനെയാണ് മുഖത്തിന് തിളക്കം നൽകുക എന്ന്. എന്നാൽ ഈ സംശയം മാറാൻ ഇതിന്റെ ശാസ്ത്രവും ഇതിന് പിന്നിലെ യുക്തിയും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വായ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്കുള്ള കവാടമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ ആരോഗ്യത്തിന്റെ ഒരു വലിയ ഭാഗം തീരുമാനിക്കുന്നത് വായയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അവർ ആദ്യം നമ്മുടെ നാവ് നീട്ടാൻ പറയുന്നത് എന്തിനാണെന്ന്? നമ്മുടെ നാവിന്റെ നിറവും അവസ്ഥയും നോക്കി ശരീരത്തിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം ഒരു ശുചീകരണ പ്രക്രിയയിലാണ്. ശരീരത്തിലെ വിഷാംശങ്ങളെ അഥവാ ടോക്സിനുകളെ ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുന്നു. ഈ വിഷാംശങ്ങളിൽ വലിയൊരു ഭാഗം വന്നടിയുന്നത് നമ്മുടെ വായിലും നാവിനു മുകളിലുമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വായിലൊരു കയ്പ് രുചിയോ അല്ലെങ്കിൽ വായ്നാറ്റമോ അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും തെറ്റു ചെയ്യുന്നത്. എഴുന്നേറ്റ ഉടനെ നമ്മൾ ഓടിച്ചെന്ന് പല്ല് തേക്കുന്നു, അല്ലെങ്കിൽ ബെഡ് കോഫി കുടിക്കുന്നു. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? രാത്രി മുഴുവൻ ശരീരം കഷ്ടപ്പെട്ട് പുറന്തള്ളാൻ ശ്രമിച്ച ആ വിഷാംശങ്ങളെ നമ്മൾ തിരിച്ച് വീണ്ടും വയറ്റിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നു. ആ വിഷാംശങ്ങൾ രക്തത്തിൽ കലരുന്നു. അത് ചർമ്മത്തിൽ കുരുക്കളായും നിറം മങ്ങലായും പാടുകളായും പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ ഓയിൽ പുള്ളിംഗ് ചെയ്യുന്ന ഒരാളുടെ കാര്യം വ്യത്യസ്തമാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ പച്ചവെള്ളം പോലും കുടിക്കുന്നതിനു മുൻപ് ശുദ്ധമായ എണ്ണ വായിലൊഴിച്ച് കവിൾ കൊള്ളുമ്പോൾ സംഭവിക്കുന്നത് അത്ഭുതകരമായ കാര്യമാണ്. എണ്ണയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ബാക്ടീരിയകളെയും വിഷാംശങ്ങളെയും ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. നിങ്ങൾ എണ്ണ വായിലൊഴിച്ച് പല്ലുകൾക്കിടയിലൂടെയും നാവിനു മുകളിലൂടെയും ചലിപ്പിക്കുമ്പോൾ വായയുടെ മുക്കിലും മൂലയിലും ഒളിച്ചിരിക്കുന്ന അദൃശ്യമായ അണുക്കളെയും ടോക്സിനുകളെയും ആ എണ്ണ കാന്തം പോലെ വലിച്ചെടുക്കുന്നു. ഇത് വെറുമൊരു വായ വൃത്തിയാക്കൽ മാത്രമല്ല. നമ്മുടെ നാവിന്റെ അടിഭാഗത്ത് ധാരാളം ഞരമ്പുകളുണ്ട്. ഈ ഞരമ്പുകൾക്ക് നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളുമായി ബന്ധമുണ്ട്. കിഡ്നി, കരൾ, ഹൃദയം, ശ്വാസകോശം തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കാൻ നാവിന് താഴെയുള്ള ഈ ഭാഗത്തിന് കഴിയും. ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ ഈ ഞരമ്പുകൾ ഉത്തേജിപ്പിക്കപ്പെടുന്നു. അത് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു, രക്തചംക്രമണം സുഗമമാക്കുന്നു. രക്തം ശുദ്ധിയാകുമ്പോൾ സ്വാഭാവികമായും അത് മുഖത്ത് പ്രതിഫലിക്കും. മുഖത്തെ പേശികൾക്ക് മുറുക്കം ലഭിക്കുന്നു. ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് തടയുന്നു. ചുളിവുകൾ വരുന്നത് വൈകിപ്പിക്കുന്നു.
വർഷങ്ങളായി മുഖക്കുരു കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കണ്ണിന് താഴെ കറുത്ത പാടുകളുള്ളവർ, നിറം മങ്ങിയ ചർമ്മമുള്ളവർ, ഇവർക്കെല്ലാം ഇതൊരനുഗ്രഹമാണ്. കാരണം നമ്മൾ പുറമേ പുരട്ടുന്ന ക്രീമുകൾ ചർമ്മത്തിന്റെ മുകളിലെ പാളിയിൽ മാത്രമേ പ്രവർത്തിക്കൂ. എന്നാൽ ഓയിൽ പുള്ളിംഗ് ചർമ്മത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, കോശങ്ങളിൽ നിന്ന് മാറ്റം കൊണ്ടുവരുന്നു. ഇനി ഇതെങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തെണ്ണ ഉപയോഗിക്കണം എന്നതിലൊക്കെ പലർക്കും സംശയമുണ്ടാകും. ഇതിനൊക്കെ വ്യക്തമായ രീതികളുണ്ട്. ഏതെങ്കിലും എണ്ണ എടുത്ത് വായിലൊഴിച്ചാൽ ഫലം കിട്ടില്ല. ഇതിനേറ്റവും ഉത്തമം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്, അല്ലെങ്കിൽ എള്ളല്ല. വെളിച്ചെണ്ണയ്ക്ക് ആന്റി മൈക്രോബിയൽ ഗുണങ്ങൾ കൂടുതലാണ്. കൂടാതെ ഇത് നമ്മുടെ നാട്ടിൽ സുലഭവും ശരീരത്തിന് തണുപ്പ് നൽകുന്നതുമാണ്. എള്ളെണ്ണയാകട്ടെ വാതസംബന്ധമായ പ്രശ്നങ്ങൾക്കും പല്ലിന്റെ ആരോഗ്യത്തിനും അത്യുത്തമമാണ്. ഒലിവ് ഓയിലോ മറ്റ് സംസ്കരിച്ച എണ്ണകളോ ഇതിനായി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് വേണ്ടത് പ്രകൃതിദത്തമായ യാതൊരു കെമിക്കലുകളും ചേർക്കാത്ത ശുദ്ധമായ എണ്ണയാണ്. രാവിലെ എഴുന്നേറ്റ ഉടൻ മുഖം കഴുകുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ വായിലേക്ക് ഒഴിക്കുക. എന്നിട്ട് വായ അടച്ചുപിടിച്ച് ആ എണ്ണ വായയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കവിൾക്കൊള്ളുക. ശ്രദ്ധിക്കുക, ഈ എണ്ണ ഒരു കാരണവശാലും ഇറക്കിപ്പോകാൻ പാടില്ല. കാരണം ഇപ്പോൾ ആ എണ്ണയിൽ നിറയെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തുവന്ന വിഷാംശങ്ങളാണ്. അത് വീണ്ടും വയറ്റിലേക്ക് പോയാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. തുടക്കക്കാർക്ക് ചിലപ്പോൾ 5 മിനിറ്റൊക്കെ ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. വായ കഴയ്ക്കുന്നതായും തുപ്പാൻ തോന്നുന്നതായുമൊക്കെ തോന്നും. അത് സാരമില്ല. നിങ്ങൾക്ക് പറ്റുന്ന സമയം ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ ചെയ്യുക. സാവധാനം സമയം കൂട്ടി 15 മുതൽ 20 മിനിറ്റ് വരെ എത്തിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. എണ്ണ വായിലിട്ട് കവിൾ കൊള്ളുന്നതിനൊപ്പം നിങ്ങൾക്ക് രാവിലത്തെ മറ്റു ജോലികൾ ചെയ്യാം. പത്രം വായിക്കാം, ചെടികൾ നനയ്ക്കാം, അല്ലെങ്കിൽ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാം. സമയം പോകുന്നത് നിങ്ങൾ അറിയില്ല. എണ്ണ വായിലിട്ട് ചലിപ്പിക്കുമ്പോൾ ആദ്യമത് കട്ടിയുള്ളതായി തോന്നും. എന്നാൽ സമയം കഴിയുന്തോറും ഉമിനീരുമായി കലർന്ന് അത് നേർത്തു വരികയും അവസാനം പാലുപോലെ വെളുത്ത നിറമായി മാറുകയും ചെയ്യും. ഈ മാറ്റം സംഭവിക്കുന്നതുവരെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നത്. ഇങ്ങനെ 15 മുതൽ 20 മിനിറ്റ് കവിൾ കൊണ്ട ശേഷം ഈ എണ്ണ തുപ്പേണ്ടത് വാഷ് ബേസിനിലേക്കോ സിങ്കിലേക്കോ അല്ല. കാരണം എണ്ണയടിഞ്ഞുകൂടി പൈപ്പ് ബ്ലോക്കാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിൽ നിറയെ ബാക്ടീരിയകളുള്ളതുകൊണ്ട് ഇത് മണ്ണിലേക്കോ അല്ലെങ്കിൽ വേസ്റ്റ് ബിന്നിലേക്കോ തുപ്പുന്നതാണ് ഏറ്റവും നല്ലത്. തുപ്പിക്കളഞ്ഞ ശേഷം വായ നല്ലവണ്ണം ഇളം ചൂടുവെള്ളത്തിൽ കഴുകണം. ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് കഴുകുന്നത് വായിലെ അണുക്കളെ പൂർണ്ണമായും നശിപ്പിക്കാൻ സഹായിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സാധാരണ പോലെ ബ്രഷ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാകും. പല്ലുകൾക്ക് വല്ലാത്തൊരു മിനുക്കവും തിളക്കവും അനുഭവപ്പെടും. വായനാറ്റം പൂർണ്ണമായും മാറി വായ ഫ്രഷായതായി തോന്നും. ഇത് ഒരു ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന വിദ്യയല്ല. എന്നാൽ ഒരാഴ്ച അടുപ്പിച്ചു ചെയ്താൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടു തുടങ്ങാം. ആദ്യം മാറുന്നത് നിങ്ങളുടെ ഉറക്കക്ഷീണമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ആലസ്യം മാറി നല്ല ഉന്മേഷം തോന്നും. പിന്നെ മാറുന്നത് പല്ലിന്റെ മഞ്ഞപ്പാണ്. പതിയെ പതിയെ പല്ലുകൾക്ക് നല്ല വെളുത്ത നിറം വന്നു തുടങ്ങും. 2 ആഴ്ച കഴിയുമ്പോൾ മുഖത്തെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മുഖക്കുരു വരുന്നത് കുറയുന്നു, ചർമ്മത്തിന് ഒരു തിളക്കം വരുന്നു, കണ്ണിന് താഴെയുള്ള കറുപ്പ് മാറുന്നു. ഇതൊക്കെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വയം തിരിച്ചറിയും. നിങ്ങളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചോദിച്ചു തുടങ്ങും, എന്താണ് മുഖത്തൊരു പ്രത്യേക ഐശ്വര്യം എന്ന്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിനുകൾ പുറന്തള്ളപ്പെടുന്നതുകൊണ്ട് ചിലപ്പോൾ ആദ്യത്തെ 1-2 ദിവസം തലവേദനയോ ചെറിയ ജലദോഷമോ തൊണ്ടവേദനയോ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനെ ഹീലിംഗ് ക്രൈസിസ് എന്നാണ് പറയുക. ശരീരം പെട്ടെന്ന് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണമാണിത്. ഇത് കണ്ട് ഭയന്ന് ഓയിൽ പുള്ളിംഗ് നിർത്തിക്കളയരുത്. 1-2 ദിവസം കൊണ്ട് ഈ അസ്വസ്ഥതകൾ മാറുകയും പിന്നീട് ശരീരം കൂടുതൽ ഊർജ്ജസ്വലമാവുകയും ചെയ്യും. മുഖകാന്തിക്ക് മാത്രമല്ല, മറ്റു പല അസുഖങ്ങൾക്കും ഓയിൽ പുള്ളിംഗ് ഒരു പ്രതിവിധിയാണ്. മൈഗ്രെയിൻ, സൈനുസൈറ്റിസ്, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഹോർമോൺ വ്യതിയാനങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് ആശ്വാസം നൽകുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദനയും അസ്വസ്ഥതകളും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നാവ് എന്നത് ശരീരത്തിലെ പല അവയവങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വായ ശുദ്ധമാകുമ്പോൾ ശരീരം മുഴുവൻ ശുദ്ധമാകുന്നു.
ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മലിനീകരണം നിറഞ്ഞ ഒരു ലോകത്താണ്. നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം എല്ലാത്തിലും വിഷാംശങ്ങളുണ്ട്. ഈ വിഷാംശങ്ങൾ നമ്മുടെ കോശങ്ങളിൽ അടിഞ്ഞുകൂടുമ്പോഴാണ് നമുക്ക് അകാല വാർദ്ധക്യം സംഭവിക്കുന്നത്. 30 വയസ്സാകുമ്പോഴേക്കും മുഖത്ത് ചുളിവുകൾ വീഴുന്നതും മുടി നരയ്ക്കുന്നതും കണ്ണിന് താഴെ കുഴി വീഴുന്നതുമൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഈ വിഷാംശങ്ങളെ പുറന്തള്ളാതെ എത്ര വിലകൂടിയ ആന്റി ഏജിംഗ് ക്രീമുകൾ പുരട്ടിയിട്ടും കാര്യമില്ല. വീടിന്റെ ഉള്ളിൽ ചപ്പുചവറുകൾ കൂട്ടിയിട്ടിട്ട് പുറത്ത് പെയിന്റ് അടിക്കുന്നത് പോലെയാണത്. വീട് വൃത്തിയായിരിക്കണമെങ്കിൽ ആദ്യം ഉള്ളിലെ മാലിന്യങ്ങൾ കളയണം. അതുപോലെ ശരീരം സുന്ദരമായിരിക്കണമെങ്കിൽ ആദ്യം ഉള്ളിലെ വിഷാംശങ്ങളെ കളയണം. അതിനുള്ള ഏറ്റവും എളുപ്പവും ചിലവു കുറഞ്ഞതുമായ വഴിയാണ് ഓയിൽ പുള്ളിംഗ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് സമയമില്ല എന്ന്. രാവിലെ എഴുന്നേറ്റ് തിരക്കിട്ട് ഓഫീസിൽ പോകണം, കുട്ടികളെ സ്കൂളിൽ വിടണം, വീട്ടുജോലികൾ ചെയ്യണം. ഇതിനിടയിൽ എവിടെയാണ് 20 മിനിറ്റ് വായ പൂട്ടിയിരിക്കാൻ സമയം? എന്നാൽ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വേണ്ടി ദിവസത്തിൽ ഒരു 20 മിനിറ്റ് മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് നമ്മൾ എത്ര മണിക്കൂറുകളാണ് കളയുന്നത്? അതിൽ നിന്നൊരു ചെറിയ സമയം ഇതിനായി മാറ്റിവെച്ചാൽ അത് നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. മുഖത്ത് നോക്കി സംസാരിക്കാൻ മടിയുള്ളവർ, ചിരിക്കാൻ മടിയുള്ളവർ, ഫോട്ടോ എടുക്കാൻ ഇഷ്ടമില്ലാത്തവർ, ഇവരൊക്കെ ഒന്ന് മാറി ചിന്തിക്കണം. നിങ്ങളുടെ മുഖം നിങ്ങളുടെ വ്യക്തിത്വമാണ്. അത് തിളങ്ങുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വവും തിളങ്ങും. ഇനി ഒരു കാര്യം കൂടി പറയാം. ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ അത് വെറുമൊരു ശാരീരിക വ്യായാമമായി കാണരുത്. അതൊരു ധ്യാനം പോലെ ചെയ്യണം. ആ 15 മിനിറ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ സംവദിക്കുന്ന സമയമാണ്. എണ്ണ വായിലിട്ട് കവിൾ കൊള്ളുമ്പോൾ മനസ്സിൽ നല്ല ചിന്തകൾ കൊണ്ടുവരിക. എന്റെ ശരീരം ശുദ്ധമാകുന്നു, എന്റെ അസുഖങ്ങൾ മാറുന്നു, എന്റെ മുഖം തിളങ്ങുന്നു എന്ന് മനസ്സിൽ സങ്കൽപ്പിക്കുക. മനസ്സിന്റെ ശക്തി അപാരമാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ശരീരത്തിൽ നടപ്പിലാക്കാൻ കോശങ്ങൾ ശ്രമിക്കും. പോസിറ്റീവായ ചിന്തകളോടെ ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഇരട്ടിയാകും. ഈ ശീലം തുടങ്ങിയാൽ പിന്നെ നിർത്താൻ തോന്നില്ല. കാരണം അത്രത്തോളം ഫ്രഷ്നെസ്സാണിത് നൽകുന്നത്. വായ്ക്ക് മാത്രമല്ല, തൊണ്ടയ്ക്കും ഇത് വളരെ നല്ലതാണ്. പാട്ടുപാടുന്നവർക്കും അധ്യാപകർക്കും ശബ്ദമുപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇത് വലിയ അനുഗ്രഹമാണ്. തൊണ്ടയിലെ അണുബാധകളെ തടയാനും ശബ്ദം തെളിയാനും ഇത് സഹായിക്കും. പല ഗായകരും അവരുടെ ദിനചര്യയിൽ ഓയിൽ പുള്ളിംഗ് ഉൾപ്പെടുത്താറുണ്ട്. അവരുടെ ശബ്ദത്തിന്റെ മാധുര്യം നിലനിർത്താൻ ഇതൊരു രഹസ്യ ആയുധമാണ്. നമ്മൾ കരുതുന്നത് നമ്മുടെ പല്ലുകൾക്കിടയിൽ ബ്രഷ് ചെയ്താൽ മാത്രം അഴുക്ക് പോകുമെന്നാണ്. എന്നാൽ പല്ലിന്റെ ഇടയിലും മോണയുടെ ഉള്ളിലും ഒളിഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായ അണുക്കൾ സാധാരണ ബ്രഷിംഗ് കൊണ്ടുപോകില്ല. ഈ അണുക്കൾ രക്തത്തിലേക്ക് കടന്ന് ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്ക് വരെ കാരണമാകുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നു. എന്നാൽ ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ എണ്ണയുടെ സാന്ദ്രത കാരണം അത് പല്ലിന്റെ ഏറ്റവും ചെറിയ വിടവുകളിലേക്കും ഇറങ്ങിച്ചെന്ന് അഴുക്കിനെയും ബാക്ടീരിയയെയും വലിച്ചെടുക്കുന്നു. ഇത് പല്ലിന്റെ ആയുസ് വർദ്ധിപ്പിക്കും. പ്രായമാകുമ്പോൾ പല്ല് കൊഴിയുന്നത് തടയാൻ ചെറുപ്പത്തിലെ ഓയിൽ പുള്ളിംഗ് ശീലമാക്കുന്നത് നല്ലതാണ്. പല്ലുകളുടെയും മോണയുടെയും കാര്യം പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ മുഖത്തിന്റെ ഘടനയും ഭംഗിയും നിലനിർത്തുന്നതിൽ പല്ലുകൾക്ക് വലിയൊരു പങ്കുണ്ട്. പ്രായമാകുമ്പോൾ പല്ലുകൾ കൊഴിയുന്നതും മോണ ചുരുങ്ങുന്നതും മുഖത്തിന്റെ ഷെയ്പ്പ് തന്നെ മാറ്റിമറിക്കും. കവിളുകൾ ഒട്ടി, ചുണ്ടുകൾ ഉള്ളിലേക്ക് വലിഞ്ഞ് മുഖത്തിനൊരു വാർദ്ധക്യത്തിന്റെ ഛായ വരാനിത് കാരണമാകും. എന്നാൽ നിത്യവും ഓയിൽ പുള്ളിംഗ് ചെയ്യുന്നവരിൽ മോണകൾക്ക് അസാമാന്യമായ ബലം ലഭിക്കുന്നു, പല്ലുകൾ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടുതന്നെ മുഖത്തിന്റെ ചെറുപ്പം നിലനിർത്താൻ, ആ യുവത്വം കാത്തുസൂക്ഷിക്കാൻ പല്ലുകളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ടൂത്ത് പേസ്റ്റുകളേക്കാൾ വിശ്വസിക്കാവുന്നത് ഈ എണ്ണയെ തന്നെയാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. പലരും ചോദിക്കാറുണ്ട്, എന്റെ മുഖത്തിടയ്ക്കിടെ കുരുക്കൾ വരുന്നു, എന്തു ചെയ്തിട്ടും മാറുന്നില്ല എന്ന്. ഇതിന്റെ ഉത്തരം തേടി നമ്മൾ ഡെർമറ്റോളജിസ്റ്റുകളെ കാണുന്നു, പലതരം ഓയിന്റ്മെന്റുകൾ പുരട്ടുന്നു. പക്ഷേ യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് ചർമ്മത്തിലല്ല, മറിച്ച് നമ്മുടെ വയറ്റിലാണ് എന്ന് എത്ര പേർക്കറിയാം? നമ്മുടെ ആമാശയവും ചർമ്മവും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. ആമാശയത്തിലെ ദഹനം ശരിയല്ലെങ്കിൽ, അവിടെ അസന്തുലിതാവസ്ഥയുണ്ടെങ്കിൽ അത് ആദ്യം കാണിക്കുന്നത് നമ്മുടെ മുഖത്തായിരിക്കും. ഗട്ട് ഹെൽത്ത് അഥവാ ആമാശയത്തിന്റെ ആരോഗ്യം സൗന്ദര്യത്തിന്റെ അടിസ്ഥാനമാണ്. ഇവിടെയാണ് ഓയിൽ പുള്ളിംഗ് ഒരു മാന്ത്രികനെ പോലെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ വായ നിറയെ ബാക്ടീരിയകളാണ്, നല്ലതും ചീത്തയുമായ കോടിക്കണക്കിന് ബാക്ടീരിയകൾ.
നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉമിനീർ ഇറക്കുമ്പോഴും ഈ ബാക്ടീരിയകൾ നമ്മുടെ വയറ്റിലേക്കെത്തുന്നു. ചീത്ത ബാക്ടീരിയകൾ വയറ്റിലെത്തി പെരുകുമ്പോൾ അത് ദഹനത്തെ ബാധിക്കുന്നു, ഗ്യാസ് ഉണ്ടാക്കുന്നു, അസിഡിറ്റി ഉണ്ടാക്കുന്നു. ഇത് രക്തത്തെ അശുദ്ധമാക്കുന്നു. ഈ അശുദ്ധ രക്തമാണ് കുരുക്കളായും അലർജിയായും പുറത്തുവരുന്നത്. നിങ്ങൾ ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ ഈ ചീത്ത ബാക്ടീരിയകളെ വയറ്റിലേക്ക് പോകാൻ അനുവദിക്കാതെ എണ്ണയിൽ കുടുക്കി നമ്മൾ പുറത്തേക്ക് തുപ്പിക്കളയുകയാണ്. അതായത് രോഗം വരുന്ന വഴി നമ്മൾ അടയ്ക്കുന്നു. വയർ ശുദ്ധമാകുമ്പോൾ, ദഹനം നന്നാകുമ്പോൾ ശരീരം ഭക്ഷണത്തിലെ പോഷകങ്ങളെ കൃത്യമായി ആഗിരണം ചെയ്യാൻ തുടങ്ങും. വൈറ്റമിനുകളും മിനറലുകളും കൃത്യമായി ലഭിക്കുമ്പോൾ ചർമ്മം ഉള്ളിൽ നിന്ന് തിളങ്ങാൻ തുടങ്ങും. ആ തിളക്കം മേക്കപ്പിട്ടാൽ കിട്ടുന്ന തിളക്കമല്ല, അത് ആരോഗ്യത്തിന്റെ തിളക്കമാണ്. ഇതൊരു ചെറിയ വ്യായാമം കൂടിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇതൊരു ഫേഷ്യൽ യോഗ കൂടിയാണ്. നമ്മൾ എണ്ണ വായിലിട്ട് 15 മിനിറ്റ് തുടർച്ചയായി ചലിപ്പിക്കുമ്പോൾ നമ്മുടെ മുഖത്തെ അനേകം പേശികളാണ് പ്രവർത്തിക്കുന്നത്. താടിയെല്ലുകൾ, കവിളിലെ പേശികൾ, കഴുത്തിലെ പേശികൾ എന്നിവയ്ക്കൊക്കെ നല്ലൊരു വ്യായാമം ലഭിക്കുന്നു. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ ശരീരത്തിലെ മസിലുകൾ ടോണാകുന്നതുപോലെ ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ മുഖത്തെ മസിലുകൾ ടോണാകുന്നു. ഇത് മുഖത്തെ രക്തോട്ടം വർദ്ധിപ്പിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്തുണ്ടാകുന്ന നീരുവീഴ്ച, കണ്ണിന് താഴെയുള്ള തടിപ്പ് മാറാൻ ഇത് സഹായിക്കും. പതിവായി ഇത് ചെയ്യുന്നവരുടെ മുഖത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടുന്നത് അതുകൊണ്ടാണ്. ജോ ലൈൻ തെളിയാനും ഇരട്ടത്താടി കുറയ്ക്കാനും ഇത് സഹായിക്കും. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇത്രയും നല്ലൊരു വ്യായാമം മുഖത്തിന് കൊടുക്കാൻ വേറെ എന്തു വഴിയുണ്ട്? നമ്മുടെ മനസ്സിന്റെ സംഘർഷങ്ങൾ, സ്ട്രെസ്, ഇതൊക്കെ മുഖത്തെ ബാധിക്കുന്നതെങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ടെൻഷൻ വരുമ്പോൾ അറിയാതെ നമ്മൾ പല്ലുകൾ കടിച്ചുപിടിക്കാറുണ്ട്. ഉറക്കത്തിൽ പല്ലിറുമ്മുന്ന ശീലമുള്ളവരുണ്ട്. ഇതൊക്കെ മുഖത്തെ പേശികളെ വല്ലാതെ മുറുക്കും. ഈ മുറുക്കം മുഖത്ത് പ്രായക്കൂടുതൽ തോന്നിപ്പിക്കും. ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ ഈ പേശികൾ അയയുന്നു, റിലാക്സ് ആകുന്നു. ഒരു മസാജ് കിട്ടിയ സുഖം പേശികൾക്ക് ലഭിക്കുന്നു. സ്ട്രെസ് കുറയുമ്പോൾ സ്വാഭാവികമായും മുഖത്ത് ശാന്തത വരുന്നു. ശാന്തമായ മുഖമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. ചിലർക്കിത് തുടങ്ങുമ്പോൾ ഒരു മടിയുണ്ടാകും. ഇതൊക്കെ നടക്കുമോ? വെറും എണ്ണയല്ലേ എന്നൊരു പുച്ഛം. നമ്മൾ മലയാളികൾക്ക് പൊതുവെ ഇംഗ്ലീഷ് മരുന്നുകളോടും വില കൂടിയ ചികിത്സകളോടുമാണ് താൽപ്പര്യം. നമ്മുടെ മുറ്റത്തെ ചെടിയുടെ ഗുണം നമ്മൾ അറിയില്ലെന്ന് പറയുന്നത് പോലെ നമ്മുടെ പാരമ്പര്യ അറിവുകളെ നമ്മൾ അവഗണിക്കുന്നു. എന്നാൽ ഇന്ന് ലോകം മുഴുവൻ ഈ വിദ്യയെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഹോളിവുഡ് താരങ്ങൾ മുതൽ പ്രശസ്തരായ മോഡലുകൾ വരെ അവരുടെ സൗന്ദര്യ രഹസ്യമായി പറയുന്നത് ഓയിൽ പുള്ളിങ്ങിനെയാണ്. അവർക്കിത് അദ്ഭുതമാണ്. നമുക്കിത് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്ന, നമ്മൾ മറന്നുപോയ അറിവാണ്. അത് തിരിച്ചുപിടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊരു ശീലമാക്കാൻ വലിയ പാടാണ് എന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: നമ്മൾ കുളിക്കാതിരിക്കാറുണ്ടോ? പല്ല് തേക്കാതിരിക്കാറുണ്ടോ? ഇല്ലല്ലോ. കാരണം അതൊക്കെ നമ്മുടെ ദിനചര്യയുടെ ഭാഗമായി കഴിഞ്ഞു. അതുപോലെ ഇതും മാറ്റുക. ആദ്യം കുറച്ച് ദിവസം ബോറടിക്കും. എണ്ണ വായിലിട്ടിരിക്കുമ്പോൾ സമയം പോകില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധ മാറ്റുക എന്നതാണ്. ആ സമയം പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ പിറ്റേന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. 21 ദിവസം, വെറും 21 ദിവസം നിങ്ങളിത് മുടങ്ങാതെ ചെയ്താൽ പിന്നെ നിങ്ങളുടെ ശരീരം തന്നെ ഇത് ആവശ്യപ്പെടും. അന്ന് ചെയ്യാതിരുന്നാൽ എന്തോ ഒരു കുറവ് പോലെ തോന്നും. വായ വൃത്തിയായില്ലല്ലോ എന്ന തോന്നൽ നിങ്ങളെക്കൊണ്ടത് ചെയ്യിപ്പിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ലത്. വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ലോറിക് ആസിഡ് അമ്മയുടെ മുലപ്പാലിൽ കാണപ്പെടുന്ന അതേ ഘടകമാണ്. അത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. പല്ലിലെ പോടുണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഇനി വെളിച്ചെണ്ണയുടെ രുചി ഇഷ്ടമല്ലാത്തവർക്ക് എള്ളെണ്ണ പരീക്ഷിക്കാം. നല്ല നാടൻ എള്ളെണ്ണ കിട്ടുമെങ്കിൽ അതാണ് ഉത്തമം. കടയിൽ നിന്ന് വാങ്ങുന്ന റിഫൈൻഡ് ഓയിലുകൾ ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. അതിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാകുമുണ്ടാവുക. ഇനി ഓയിൽ പുള്ളിങ് ചെയ്തതുകൊണ്ട് മാത്രമെല്ലാം ശരിയാകുമോ? ഇല്ല. ഇതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വെള്ളം കുടി. ധാരാളം വെള്ളം കുടിക്കണം. ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ പുറത്തുപോകാൻ വെള്ളം അത്യാവശ്യമാണ്. രാവിലെ ഓയിൽ പുള്ളിങ് കഴിഞ്ഞ് വായ കഴുകി വൃത്തിയാക്കിയ ശേഷം 2 ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ശീലമാക്കുക. ഇത് ഓയിൽ പുള്ളിങ്ങിന്റെ ഫലം 10 മടങ്ങ് വർദ്ധിപ്പിക്കും. വയർ ക്ലീനാകാൻ ഇത് സഹായിക്കും. നമ്മൾ പലപ്പോഴും മുഖത്തെ പാടുകൾ മാറാൻ ക്രീമുകൾ വാരിപ്പൂശുമ്പോൾ ഓർക്കുക, അതൊരു പെയിന്റിംഗ് പോലെയാണ്. ചുമരിലെ വിള്ളലുകൾ സിമന്റിട്ടടയ്ക്കാതെ പെയിന്റ് അടിച്ചാൽ എന്ത് സംഭവിക്കും? കുറച്ചു ദിവസം ഭംഗിയായിരിക്കും, പിന്നെയും വിള്ളലുകൾ തെളിഞ്ഞുവരും. ഓയിൽ പുള്ളിങ് ചെയ്യുന്നത് ആ വിള്ളലുകൾ അടയ്ക്കുന്നത് പോലെയാണ്. അത് പ്രശ്നത്തിന്റെ വേരിലാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ട് ഫലം കിട്ടാൻ കുറച്ച് സമയമെടുത്തേക്കാം. ക്ഷമയാണ് പ്രധാനം.
ഇന്ന് ചെയ്ത് നാളെ വെളുക്കണമെന്ന് വാശി പിടിക്കരുത്. പ്രകൃതിക്ക് അതിൻ്റേതായ വേഗതയുണ്ട്. ഒരു വിത്ത് പാകിയാൽ അത് മരമാകാൻ സമയമെടുക്കും, പക്ഷെ ആ മരം നൽകുന്ന തണലും കാറ്റും എന്നും നിലനിൽക്കും. അതുപോലെയാണ് ഈ ശീലവും. സാവധാനം നടക്കുന്ന മാറ്റങ്ങൾ സ്ഥായിയായിരിക്കും. ഈ പ്രക്രിയയിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു സ്നേഹം തോന്നിത്തുടങ്ങും. ഞാൻ എൻ്റെ ശരീരത്തെ ശ്രദ്ധിക്കുന്നു, ഞാൻ എനിക്കുവേണ്ടി സമയം കണ്ടെത്തുന്നു എന്ന ചിന്ത നൽകുന്ന പോസിറ്റീവ് എനർജി വലുതാണ്. സെൽഫ് ലവ് അഥവാ സ്വയം സ്നേഹിക്കുക എന്നത് സൗന്ദര്യത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. നമ്മൾ നമ്മളെത്തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ മറ്റുള്ളവരും നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ മുഖത്ത് പ്രതിഫലിക്കും. കണ്ണുകളിലൊരു തിളക്കം വരും. അതേത് മേക്കപ്പ് ഇട്ടാലും കിട്ടാത്ത ഒന്നാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹോർമോൺ മാറ്റങ്ങളുണ്ടാക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ഓയിൽ പുള്ളിംഗ് സഹായിക്കുമെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. PCOD പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക്, ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് ഇതൊരു അനുബന്ധ ചികിത്സയായി കൊണ്ടുപോകാം. ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കുറയാനും ഇത് സഹായിക്കുമെന്ന് ചില അനുഭവസ്ഥർ പറയാറുണ്ട്. നേരിട്ടുള്ള ബന്ധം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടില്ലെങ്കിലും മെറ്റബോളിസം കൂടുമ്പോൾ സ്വാഭാവികമായും ഭാരം നിയന്ത്രിക്കപ്പെടും. ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എണ്ണയുടെ അളവാണ്. ഒരുപാട് എണ്ണ വായിൽ നിറയ്ക്കരുത്. കാരണം ഉമിനീരുമായി ചേരുമ്പോൾ എണ്ണയുടെ അളവ് വർദ്ധിക്കും. അപ്പോൾ വായ നിറഞ്ഞ് തുളുമ്പുന്ന അവസ്ഥയാകും. അത് അസ്വസ്ഥതയുണ്ടാക്കും. 1 സ്പൂൺ പരമാവധി 1.5 സ്പൂൺ എണ്ണ മതിയാകും. പല്ലുകൾക്കിടയിലൂടെ എണ്ണ ശക്തിയായി ചീറ്റിക്കുമ്പോഴാണ് അഴുക്കുകൾ ഇളകിപ്പോരുന്നത്. അതുകൊണ്ട് മടി പിടിച്ച് വെറുതെ എണ്ണ വായിൽ വെച്ചിരുന്നാൽ പോരാ, നല്ലവണ്ണം ചലിപ്പിക്കണം. ചിലർക്ക് ആദ്യമൊക്കെ എണ്ണയുടെ ഗന്ധം മടുപ്പുണ്ടാക്കാം. അങ്ങനെയുള്ളവർക്ക് എണ്ണയിൽ 1-2 തുള്ളി പെപ്പർമിന്റ് ഓയിലോ ഗ്രാമ്പു ഓയിലോ ചേർക്കാവുന്നതാണ്. ഇത് വായയ്ക്ക് നല്ലൊരു മണവും ഫ്രഷ്നെസ്സും നൽകും. പക്ഷേ നിർബന്ധമില്ല. ശുദ്ധമായ എണ്ണയുടെ രുചി നാവിനെ ശീലിപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ രുചിമുകുളങ്ങൾ അഥവാ ടേസ്റ്റ് ബഡ്സ് ശുദ്ധീകരിക്കപ്പെടാനും ഇത് സഹായിക്കും. ഓയിൽ പുള്ളിംഗ് ചെയ്തു തുടങ്ങിയ ശേഷം ഭക്ഷണത്തിന് രുചി കൂടിയതായി പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഉപ്പും പുളിയും എരിവുമൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ നാവിന് കഴിയുന്നു. കാരണം നാവിൻ്റെ മുകളിലുള്ള കോട്ടിംഗ് മാറി നാവ് സെൻസിറ്റീവ് ആകുന്നു. രാവിലെ വെറും വയറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞുവല്ലോ. ഇനി അഥവാ രാവിലെ പറ്റിയില്ലെങ്കിലോ? വൈകുന്നേരമായാലും കുഴപ്പമില്ല. പക്ഷേ ഭക്ഷണം കഴിഞ്ഞ് ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞിരിക്കണം. വയർ കാലിയായിരിക്കുമ്പോഴാണ് ശരീരം ഡീടോക്സിഫിക്കേഷന് തയ്യാറാകുന്നത്. അതുകൊണ്ട് മാക്സിമം രാവിലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അലാം വെച്ച് എഴുന്നേൽക്കുന്നതിന് ഒരു 20 മിനിറ്റ് മുൻപെഴുന്നേൽക്കുക. ആ സമയം നിങ്ങളുടെ ആരോഗ്യത്തിനുള്ള നിക്ഷേപമാണ്. ഭാവിയെ കരുതി നമ്മൾ പണം സമ്പാദിക്കുന്നതുപോലെ വരും കാലത്തേക്ക് ആരോഗ്യം സമ്പാദിക്കുകയാണ് നമ്മളിതിലൂടെ ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഓർക്കുക, ഇത് കുട്ടികൾക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ അവർക്ക് എണ്ണ തുപ്പിക്കളയാനുള്ള പക്വതയുണ്ടാവണം. അബദ്ധത്തിൽ എണ്ണ ഇറക്കിപ്പോകാൻ സാധ്യതയുള്ള പ്രായത്തിലുള്ള കുട്ടികളെക്കൊണ്ട് ചെയ്യിക്കരുത്. ഒരു 7-8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ശീലിപ്പിക്കാം. പല്ല് കേടാകാതിരിക്കാനും പ്രതിരോധശേഷി കൂടാനും കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ്. ചെറുപ്പത്തിലെ നല്ല ശീലങ്ങൾ പഠിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ അവർക്ക് ഗുണം ചെയ്യും. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത്. നമ്മൾ കാറിനും ബൈക്കിനും സർവീസ് മുടങ്ങാതെ കൊടുക്കും. കാരണം അത് കേടായാൽ ഓടില്ല എന്ന് നമുക്കറിയാം. പക്ഷേ സ്വന്തം ശരീരത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ ആ ശ്രദ്ധ കൊടുക്കാറില്ല. ശരീരം എന്തെങ്കിലും രോഗലക്ഷണം കാണിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഡോക്ടറെ കാണൂ. എന്നാൽ ഓയിൽ പുള്ളിംഗ് പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ശരീരത്തിന് ഒരു ഡെയിലി സർവീസാണ് നമ്മൾ നൽകുന്നത്. വണ്ടി ഓയിൽ മാറുമ്പോൾ സ്മൂത്താകുന്നതുപോലെ നമ്മുടെ ശരീരവും മനസ്സും സ്മൂത്താകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും, ശരി, ഞാൻ നാളെ മുതൽ ഇത് തുടങ്ങും. ആ തീരുമാനമെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതാണ് നിങ്ങളുടെ ആദ്യത്തെ വിജയം. പക്ഷേ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ മടി വീണ്ടും വരും. ഇന്നൊരു ദിവസം കൂടി ഉറങ്ങാം, മറ്റന്നാൾ തുടങ്ങാം എന്ന് മനസ്സ് പറയും. ആ മനസ്സിനെ തോൽപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ജയിക്കുന്നത്. എണ്ണയുടെ കുപ്പിയെടുത്ത് കൺമുന്നിൽ ബാത്റൂമിലോ വാഷ് ബേസിന്റെ അടുത്തോ എവിടെയെങ്കിലും കാണത്തക്ക രീതിയിൽ വയ്ക്കുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ജോലിസ്ഥലത്തോ വീട്ടിലോ നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവ് തോന്നാറുണ്ടോ? മുഖത്ത് നോക്കി സംസാരിക്കാൻ മടിയാണോ? എങ്കിൽ വിശ്വസിക്കൂ, ഈ ചെറിയൊരു മാറ്റം നിങ്ങളെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റും. മുഖത്തെ പാടുകൾ മാറുന്നതിനേക്കാൾ പ്രധാനം ഉള്ളിലുണ്ടാകുന്ന ആ മാറ്റമാണ്.
ഞാൻ സുന്ദരിയാണ്, സുന്ദരനാണ് എന്ന തോന്നൽ സ്വയമുണ്ടാകും. ആ തോന്നൽ മതി ലോകം നിങ്ങളെ നോക്കുന്ന രീതി മാറാൻ. ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു ഗുണം സൈനസ് പ്രശ്നങ്ങൾക്കുള്ള ആശ്വാസമാണ്. മൂക്കടപ്പ്, തുമ്മൽ, അലർജി എന്നിവയുള്ളവർക്ക് ഇതൊരു വരദാനമാണ്. എണ്ണ വായിലിട്ട് വലിക്കുമ്പോൾ സൈനസുകളിൽ അടിഞ്ഞുകൂടിയ കഫം അയഞ്ഞു പോകുന്നു. ശ്വാസം വിടാൻ നല്ല സുഖം തോന്നും. കൂർക്കൻ വലി കുറയാനും ഇത് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. പങ്കാളിയുടെ കൂർക്കൻ വലി കാരണം ഉറക്കം നഷ്ടപ്പെടുന്നവർക്ക് അവരെക്കൊണ്ട് ഇതൊന്ന് പരീക്ഷിപ്പിക്കാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്റെ മുഖം തിളങ്ങാൻ ഞാൻ എന്തിനാണിത്ര കഷ്ടപ്പെടുന്നത്, ഉള്ള സൗന്ദര്യം പോരെ എന്ന് തീർച്ചയായും തോന്നും. സ്വാഭാവിക സൗന്ദര്യമാണ് ഏറ്റവും വലുത്. നമ്മളിവിടെ കൃത്രിമമായി ഒന്നുമുണ്ടാക്കുന്നില്ല. ഉള്ളിലുള്ള പൊടി പിടിച്ചു കിടക്കുന്ന ആ സ്വാഭാവിക സൗന്ദര്യത്തെ പൊടി തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു തിളക്കമുണ്ട്. ജീവിത തിരക്കിലും സ്ട്രെസ്സിലും അനാരോഗ്യകരമായ ഭക്ഷണരീതിയിലും പെട്ട് അത് മങ്ങിപ്പോയതാണ്. ആ മങ്ങൽ മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി നിങ്ങളിത് തുടങ്ങുമ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ കുറിച്ചുവെക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്തു മാറ്റം തോന്നി? ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്തു തോന്നി? ഇതൊക്കെ എഴുതിവെച്ചാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതം തോന്നും. ആ മാറ്റം നിങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകും. ഫോട്ടോകൾ എടുത്തുവെക്കുന്നതും നല്ലതാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോകൾ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്കും പകർന്നു നൽകണം. നിങ്ങൾക്കിതിലൂടെ മാറ്റം വന്നാൽ അത് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയുക. അവരെയും ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുക. നിന്റെ മുഖത്തെന്താ ഇത്ര തിളക്കം എന്നാരെങ്കിലും ചോദിച്ചാൽ രഹസ്യം ഒളിച്ചുവെക്കാതെ പറഞ്ഞുകൊടുക്കുക. നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് വർദ്ധിക്കുകയുള്ളൂ. ഒരുപക്ഷേ ഒരാളുടെ വിട്ടുമാറാത്ത തലവേദനയോ അല്ലെങ്കിൽ വർഷങ്ങളായുള്ള ആത്മവിശ്വാസക്കുറവോ മാറാൻ നിങ്ങളുടെ ആ ഒരു ഉപദേശം കാരണമായേക്കാം. അവസാനമായി ഒരു കാര്യം കൂടി, ക്ഷമയോടെ കാത്തിരിക്കുക. റോം ഒരു ദിവസം കൊണ്ട് നിർമ്മിച്ചതല്ല എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ ശരീരവും ഒരു ദിവസം കൊണ്ട് മാറും എന്ന് കരുതരുത്. വർഷങ്ങളായി നമ്മൾ ശരീരത്തോട് ചെയ്ത ദ്രോഹങ്ങൾ, കഴിച്ച ജങ്ക് ഫുഡുകൾ, ഉറക്കമില്ലാത്ത രാത്രികൾ, ഇതിനൊക്കെ പരിഹാരം കാണാൻ ശരീരത്തിന് സമയം കൊടുക്കണം. പ്രകൃതിദത്തമായ മാർഗങ്ങൾ സാവധാനമേ ഫലം തരൂ. പക്ഷേ അത് വേരിൽ നിന്നുള്ള മാറ്റമായിരിക്കും. സൈഡ് ഇഫക്റ്റുകളില്ലാത്ത 100% സുരക്ഷിതമായൊരു മാർഗമാണിത്. രാവിലെ എഴുന്നേൽക്കുന്നു, എണ്ണ വായിലൊഴിക്കുന്നു, 15 മിനിറ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്നു, വിഷാംശങ്ങളെ തുപ്പിക്കളയുന്നു, വായി കഴുകുന്നു, കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിക്കുന്നു. ഇന്നത്തെ ദിവസം എന്റേതാണ് എന്ന് പറയുന്നു. എത്ര മനോഹരമായ തുടക്കം അല്ലേ? ആ ദിവസം മുഴുവൻ ആ പോസിറ്റീവ് എനർജി നിങ്ങളുടെ കൂടെയുണ്ടാകും. നിങ്ങളുടെ ചിരിയിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിലെല്ലാം ആ ഊർജം നിഴലിക്കും. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്, ഡോക്ടറുടെ കയ്യിലല്ല. ചെറിയ ചെറിയ നല്ല ശീലങ്ങളിലൂടെ വലിയ വലിയ രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താം. ഓയിൽ പുള്ളിംഗ് അഥവാ ഗണ്ടൂഷം എന്ന ഈ പുരാതന വിദ്യ ആയുർവേദം ലോകത്തിന് നൽകിയ വലിയൊരു സമ്മാനമാണ്. അത് സ്വീകരിക്കുക, ഉപയോഗിക്കുക, ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവ് പകർന്നു തന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇത് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രാവർത്തികമാക്കുമ്പോഴാണിതിന്റെ ഗുണം ലഭിക്കുക. നാളെ രാവിലെ മുതൽ തന്നെ തുടങ്ങുമല്ലോ അല്ലേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും മാറ്റങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ, സംശയങ്ങൾ എല്ലാം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഓരോ കമന്റും എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചുവെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇതുപോലുള്ള ഉപകാരപ്രദമായ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അറിവുകളുമായി ഞാൻ വീണ്ടും വരും. അതുവരെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക, മനസ്സിനെ സന്തോഷിപ്പിക്കുക. നിങ്ങൾ ഓരോരുത്തരും സ്പെഷ്യലാണ്. ആ സ്പെഷ്യാലിറ്റി പുറത്തു കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുക. നല്ല അറിവുകൾ എല്ലാവരിലും എത്തട്ടെ. കൂടുതൽ മോട്ടിവേഷണൽ വീഡിയോകൾക്കും ആരോഗ്യ അറിവുകൾക്കും ജീവിത വിജയ രഹസ്യങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.